അവന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാശികളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോബ് അമേലിന്റെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എന്റെ 17-ാമത്തെ വാക്യം. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാകുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് ഈ ദൈവത്തിനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും, എല്ലാ ദൈവവിശ്വാസികളും യോഹന്നാൻ അനുഭവിച്ചതുപോലെ ദൈവ സ്നേഹത്തിലേക്ക് വരണം. പ്രൈസ്. യേശുക്രിസ്തുവിന്റെ സ്നേഹപ്രവൃത്തികളെ നാം ചിന്തിച്ചു നോക്കുമ്പോഴേ തന്റെ കൈകളെ സ്നേഹത്തോടുകൂടി യോഹന്നാന്റെ മേൽ വെച്ചിട്ട് യോഹന്നാനോട് യേശു പറയാ, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ ഭയത്തെ മാറ്റി ആശ്വസിപ്പിക്കുക. ഈ പ്രഭാതത്തിൽ ശക്തമായൊരു ദൂത് പ്രാരംഭത്തിൽ ഞാൻ പറയട്ടെ. വിവിധ പ്രശ്നങ്ങളെ ഭയപ്പെട്ടിരിക്കുന്ന സകല ജനത്തോടും ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് നിങ്ങളെ താഴ്ത്തിക്കൊടുത്താൽ യോഹന്നാന്റെ മേൽ വെച്ച അതേ വലങ്കരം നിങ്ങളുടെ മേൽ വെച്ച് നിങ്ങളുടെ ഭയത്തെ ദൈവം മാറ്റിത്തരും. മനുഷ്യൻ വിവിധമായ ഭയത്താൽ ഭാരപ്പെടുന്നവരാ. ഭയം മുഖാന്തരം അല്ലറിയ വളരെ നിങ്ങളുടെ ജീവിതത്തിൽ തകർന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. ആ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം തരാൻ പോവുക. അപ്പൊ 7 നക്ഷത്രങ്ങളെ വഹിച്ചിരുന്ന ആ വലങ്കൈ യോഹന്നാന്റെ മേൽ സ്നേഹത്തോടുകൂടെ വെച്ചിട്ട് അല്ലിയ യോഹന്നാനോട് നിങ്ങൾ ഭയപ്പെടേണ്ട. അതേ പ്രിയ സ്നേഹിത, ഇന്നും അവന്റെ തുളയ്ക്കപ്പെട്ട ആ കരം അല്ലേരിയ അവന്റെ ആ തുളയ്ക്കപ്പെട്ട കരം നിങ്ങളുടെ മേൽ വെക്കുകയാണ്. പ്രൈസലോ, നിങ്ങളുടെ മേൽ വെച്ച് കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. അല്ലേരിയ. അപ്പൊ യേശുവിന്റെ കരം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ കരമാണ്. പ്രൈസലോ. അപ്പൊ അവന്റെ തുളയ്ക്കപ്പെട്ട ആ തഴമ്പുള്ള ആ കരം നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങൾക്ക് അത്ഭുതം ചെയ്യും. അപ്പം യേശുവിന്റെ കരം നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കും. യോഹന്നാന്റെ ജീവിതത്തിൽ യേശുവിന്റെ കരം യോഹന്നാന്റെ മേൽ വെച്ചു കഴിഞ്ഞപ്പോൾ യോഹന്നാനുള്ള ദൈവം പല പ്രവർത്തികളെ ചെയ്തെടുത്തതുപോലെ നിങ്ങളുടെ ദൈവം ചെയ്യും എന്ന് പറഞ്ഞ ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന. അപ്പൊ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുന്ന യോഹന്നാനെ ദൈവം എങ്ങനെയാണ് ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ശിവപ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ 66-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അപ്പൊ യേശുവിന്റെ കരം യോഹന്നാന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോഴേ യോഹന്നാന്റെ ജീവിതത്തിലെ ഭയത്തിന്റെ അനുഭവങ്ങളെ മാറി ഒരമ്മയുടെ ആശ്വാസം പോലെ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാൻ ആശ്വാസം കിട്ടുകയാണ്. പ്രൈസ് ലോർഡ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ശ്രോതാവി, ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ശക്തമായ ദൂത് നിങ്ങൾ കേൾക്കുക, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ അതേ അനുഭവത്തിലേക്ക് വരിക. ഒരമ്മ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം നിങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഭയത്തോടെ നിങ്ങൾ കടന്നു പോകുന്ന ഈ സാഹചര്യത്തിൽ യേശുക്രിസ്തു ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങളെ ആശ്വസിപ്പിച്ച് നിങ്ങളെ മുന്നോട്ട് നടത്താൻ ആഗ്രഹിക്കുക. ഭയത്തോടുകൂടി മരണത്തിന്റെ വക്കിൽ ഇരിക്കുന്നവർക്ക് ദൈവം വിടുതൽ നൽകാൻ ആഗ്രഹിക്കുക. സ്തോത്രം. അപ്പം ഭൂമിയിൽ ഒരു അമ്മയെ ആശ്വസിപ്പിച്ചപ്പോൾ നിങ്ങൾക്കൊരു ആശ്വാസം ലഭിച്ചെങ്കിൽ അല്ലേരിയ ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടമായ ദൈവം കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, രക്ഷകൻ, അമ്മയുടെ ആശ്വാസത്തെക്കാൾ എത്രയോ വലിയ ആശ്വാസമാണ് നമുക്ക് തരുന്നത്. ഇപ്പോൾ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ പറയും, എനിക്ക് ഇവിടെ യാതൊരു ഭയവുമില്ലെന്ന് പറയും. പത്മോസിലേക്ക് യാതൊരു ഭയവുമില്ല. പത്മോസിലേക്ക് ഭയം ഉണ്ടായിരുന്നു, പക്ഷേ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെയായി. ഇപ്പോൾ എന്റെ ഭയമെല്ലാം മാറി. ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ എന്നെ ആശ്വസിപ്പിക്കുവാൻ എന്റെ കൂടെ യേശു ഉണ്ടെന്ന് യോഹന്നാൻ പറയും. പ്രൈസ്. അതേ സ്നേഹിതരാ, നിങ്ങളുടെ കൂടെ യേശു ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ലോകത്തെ എന്തിനു ഭയപ്പെടണം? ജീവിതത്തെ എന്തിനു ഭയപ്പെടണം? ശത്രുക്കളെ എന്തിനു ഭയപ്പെടണം? അധികാര വർഗങ്ങളെ എന്തിനു നിങ്ങൾ ഭയപ്പെടണം?
നിങ്ങൾക്കെതിരെ ശത്രു വലിയ പ്രകോപനമായിട്ട് വരുമ്പോൾ നിങ്ങൾ അതിൽ തകർന്നു പോകണ്ട. ഹല്ലേലൂയ. നിങ്ങൾ യേശുവിനോട് ചേർന്നിരുന്നാൽ മതി. പ്രൈസ്. അപ്പൊ യേശു പറയാണ്, ഒരു അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ടെന്ന്. അതിനെക്കുറിച്ച് വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, ആമേ സ്തോത്രം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം അതിന്റെ 14 വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, യാക്കോബിനോട് പറയുന്ന ഒരു ദൂത്. യെശയ്യാ പ്രവാചകൻ, ഹല്ലേലൂയ, യാക്കോബിനെ ചേർത്ത് നിർത്തി പറയുന്ന ഒരു ദൂത്. അവിടെ ഇങ്ങനെ എഴുതി, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും വലിയ പല്ലേറിയതുമായ മിതിവണ്ടി ആക്കി തീർക്കുന്നു. ഹല്ലേലൂയ. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെയാക്കുകയും ചെയ്യും. ഭയന്ന് വിറച്ച് കിടന്ന യാക്കോബിന്റെ സന്തതി യോഹന്നാൻ, അബ്രഹാമിന്റെ, ഇസഹാക്കിന്റെ, യാക്കോബിന്റെ സന്തതിയായിരിക്കുന്ന യോഹന്നാനോടും ഈ ദൂത് ദൈവം ശക്തമായിട്ട് ഇടപെട്ട് കാണും. അപ്പം ഇവിടെ പറയുന്നത്, പുഴുവായി യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട. ആ ദൂത് യോഹന്നാന്റെ ജീവിതത്തിൽ, യോഹന്നാൻ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പത്മോസ്, ഞാൻ നിന്നെ സഹായിക്കും. ഹല്ലേലൂയ. എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. യോഹന്നാനെ, നിന്റെ വീണ്ടെടുപ്പുകാരൻ ഞാൻ തന്നെയാണ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായവൻ ഞാനാ. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. എന്നിട്ട് പറയാണ്, ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലേറിയതുമായ മെതിവണ്ടി പോലെ ആക്കി തീർക്കുമെന്ന്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ശ്രോതാവേ, നിന്നോട് ഞാൻ പറയട്ടെ, ദൈവം നിന്നെയും പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടി പോലെ ആക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ നിന്നെ ഒന്ന് വിട്ടുകൊടുക്കാകിൽ, യോഹന്നാനെ ഉപയോഗിച്ച ദൈവം നിന്നെ ഉപയോഗിക്കും. രക്തം ചെയ്യുന്നു. ജീവിതം നീയായിട്ട് തളർത്തിക്കളയരുത്. ജീവിതം നീയായിട്ട് നശിപ്പിച്ച് കളയരുത്. നിന്റെ ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുവരണം. യാക്കോബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് യാക്കോബിന്റെ മക്കളോട് യെശയ്യാ പ്രവാചകൻ ആത്മാവിൽ പ്രവചിച്ച ദൂത നിന്നോടുള്ള ദൂത. യോഹന്നാനോട് മാത്രമല്ല, നിന്നോടുള്ള ദൂത. അത് നീ ഭയപ്പെടേണ്ട. ഏത് സാഹചര്യത്തിൽ ഭയപ്പെടേണ്ട. വെല്ലുവിളികളെ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. നിന്റെ ദൈവം ശക്തമായിട്ട് ദൈവകരങ്ങൾ ഉപയോഗിക്കും. രക്തം ചെയ്യണം. അതുകൊണ്ട് ജീവിതത്തിൽ തളർന്നിരിക്കുന്ന വ്യക്തികളോട് പറയട്ടെ, ഈ ലോകത്തിൽ നിങ്ങൾ ഒന്നിനും ഭയപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെടാനുള്ള അനുഭവത്തിലേക്ക്, സാഹചര്യത്തിലേക്ക് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ. നിങ്ങൾ ഈ ലോകത്തിൽ ലോകജനത്തെ പോലെ ലോകജാതികൾ ചെയ്യുന്നത് കണ്ട് ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ലോകത്തിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഭയപ്പെട്ട് ജീവിക്കേണ്ടത്. എന്നാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന യേശു ക്രിസ്തു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, രക്തം ചെയ്യും, നിന്റെ വീണ്ടെടുപ്പുകാരായിരിക്കുന്ന യേശു നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ, അവന്റെ മുറിവേറ്റാണിപ്പോഴുള്ള കരം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ഈ ലോകത്തിൽ നീ ആരെയും ഭയപ്പെടണ്ട. വിശുദ്ധിയോടെ ജീവിച്ചാൽ മതി. രക്തം ചെയ്യും. ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെടുമ്പോൾ, ദൈവകൃപ നഷ്ടപ്പെടുമ്പോൾ, ദൈവ സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ, ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോൾ, ദൈവത്തോടുള്ള സംസർഗം നഷ്ടപ്പെടുമ്പോൾ, പ്രാർത്ഥനയിൽ നിന്ന് പിന്നോക്കം പോകുമ്പോൾ, ആരാധനയിൽ പിന്നോക്കം പോകുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ മറയപ്പെടുമ്പോൾ നിനക്കെല്ലാം ഭയമായിട്ട് തോന്നും. പ്രൈസ് ദി ലോർഡ്. പലരും വിളിച്ചിട്ട് പറയാറുണ്ട്, പാസ്റ്ററെ, മകൾക്ക് ഭയങ്കര ഭയമാ, മകന് ഭയങ്കര ഭയമാ, അവർക്ക് മുറ്റത്തോക്ക് പോലും ഇറങ്ങാൻ പറ്റുന്നില്ല, ആരെങ്കിലും കൂട്ടത്തിൽ വേണം. എന്തിനാണ് ശ്രോതാവ് ഈ ഭയത്തിന്റെ ആത്മാവിനെ കൊണ്ട് നീ നടക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിന്റെ ഭയത്തെ മാറ്റിത്തരുവാൻ കഴിവുള്ളവനുണ്ടെന്ന്. നിന്റെ ഭയത്തെ മാറ്റിത്തന്ന് ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ, വലം കൈ പിടിച്ചിനെ നടത്തുവാൻ യേശു ഉണ്ടല്ലോ. അതുകൊണ്ട് നീ യേശുവിലേക്ക് മടങ്ങി വരണം. രക്തം ചെയ്യണം. പലരോടും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? ഭയത്തിന്റെ ആത്മാവിൽ ജീവിക്കുന്നവരോട്. ഒരു കാലഘട്ടത്തിൽ എന്റെ ജീവിതത്തിൽ ഭയങ്കര ഭയം വന്ന അനുഭവമുണ്ട്. എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ മുന്നോട്ട് പോകും, നാളെയെക്കുറിച്ച് വിചാരപ്പെട്ട് മനം കലങ്ങിയ ദിനങ്ങളുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ജീവിതത്തിൽ നിരാശപ്പെട്ട അനുഭവങ്ങൾ, ഭയത്തോടുകൂടി പോയ സാഹചര്യങ്ങളിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം
ഹല്ലേലൂയ, എന്നോട് സംസാരിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അത് ഞാൻ ദൈവവചനത്തിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങി. ദൈവത്തോട് ചേർന്നിരിപ്പാൻ തുടങ്ങി. എന്നിൽ ആമൻ അകന്നുപോയ വിശ്വാസത്തെ ഞാൻ ആമൻ സ്ഥാപിച്ചു. അവന്റെ മാറോട് ചേർന്നിരിക്കുവാനുള്ള ആഗ്രഹത്തോടെ, കർത്താവിനോട് പറ്റിയിരിക്കുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥനയിൽ മുന്നേറാൻ തുടങ്ങി. എന്റെ ഉള്ളിലെ ഭയത്തെ മാറിപ്പോയി. എന്റെ ഉള്ളിലെ ഭയത്തെ ദൈവം നീക്കി. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ദൈവം എന്നെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. കർത്താവിനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ നിന്റെ വീണ്ടെടുപ്പുകാരനാണ്, ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മിതിവണ്ടി പോലെ ആക്കും. ഹല്ലേലൂയ. അപ്പം ദൈവവചനം കേട്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം കേട്ടോ. ദൈവാത്മാവ് നിന്നോട് പറയുന്ന സഹോദര സഹോദരി, നീ ഭയപ്പെട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ, അതിൽ നിന്നെ പുറത്തെടുക്കുവാൻ യേശു ആഗ്രഹിക്കുക. ചില മനുഷ്യരെന്ത് ചെയ്യും, ഭയപ്പാട് വരുമ്പോഴത്തേന് ഓടി പോയി മദ്യപിക്കുകയോ ലഹരി പദാർത്ഥം ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്ത് ആ ഭയത്തെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. പക്ഷെ ആ മദ്യത്തിന്റെ ലഹരി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, മയക്കുമരുന്ന് ലഹരി നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും ആ മനുഷ്യൻ അതിനേക്കാൾ വലിയ ഭയത്തിലേക്ക് മാറും. അങ്ങനെ ഭയപ്പെട്ട് പലരും കാടുകളിലും ഗുഹകളിലും ഒളിച്ചവരുണ്ട്. ഭയപ്പെട്ട് കാടുകളിലും ഗുഹകളിലും ഒളിച്ചാൽ പോലും അതിനൊക്കെ പരിധികളുണ്ട്. കാടുകളിൽ നിന്നും ഗുഹകളിൽ നിന്ന് പോലും പുറത്തു വരണം, അപ്പോൾ നിന്റെ ഉള്ളിൽ ഭയം കിടക്കും. പ്രൈസലോ. അധികമാരികളെ ഭയപ്പെട്ട് നീ ഓടി ഒളിച്ചേക്കാം, രാജ്യം വിട്ടേക്കാം, പക്ഷേ ഒരു കാലത്ത് നീ മടങ്ങി വരേണ്ടി വരും. അങ്ങനെ ഭയപ്പാടിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ശ്രോതാവെ, ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നത് രക്തം ചെയ്യും. നിന്റെ ഭയത്തെ നീക്കി നിന്നെ പുറത്തെടുക്കുവാൻ കഴിയുന്ന ഒരുവരുണ്ട്, യേശു കർത്താവ്. അതുകൊണ്ട് നീ യേശുവിലേക്ക് വരണം. അപ്പം വാഗ്ദത്തം ചെയ്ത ദൈവമാ, നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കുന്ന വാഗ്ദത്തം ചെയ്ത തന്റെ സ്നേഹമുള്ള യേശുവിന്റെ സ്നേഹമുള്ള വാക്കിനാലും ബലകരത്താലും യോഹന്നാനെ ആശ്വസിപ്പിച്ച് ഭയത്തിൽ നിന്ന് വിടുവിച്ചതുപോലെ നിങ്ങളെയും ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെട്ടു പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. അപ്പൊ ഇവിടെ വചനം വായിച്ചല്ലോ, വെളിപ്പാട് പുസ്തകം 1:17. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കി എന്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനാകുന്നു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള വചനമല്ലേ ഇത്? ആ വചനമൊക്കെ വായിച്ചാൽ നമുക്ക് സന്തോഷിക്കാൻ കഴിയും. ഇവിടെ കാണുമ്പോൾ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ 7 അംഗവർണ്ണനയ്ക്ക് ശേഷം യോഹന്നാൻ ബോധരഹിതനായി നിലം പതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലേ? ആമേൻ. ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിന്റെ മാറിടത്തിൽ ചാരിയിരുന്ന യോഹന്നാൻ തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രന്റെ ദർശനമാത്രയിൽ അവന്റെ മുമ്പാകെ മരിച്ചവനെ പോലെയായി മാറി. യേശു ഭൂമിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ യോഹന്നാനെ തെരഞ്ഞെടുത്തു. സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ യേശുവിന്റെ മാറോട് ചേർന്നിരുന്നവനാ, യേശുവിനോട് കൂടെ നടന്നവനാ. എന്ന തേജസ്കരിക്കപ്പെട്ട കർത്താവിനെ കണ്ട മാത്രയിൽ, ഹല്ലേലൂയ, യോഹന്നാൻ നിലത്ത് വീണ് മരിച്ചവനെ പോലെയായി മാറുക. നോക്കിക്ക് മുമ്പിലത്തെ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം. അപ്പൊ യേശുവിന്റെ മഹത്വം എത്ര വലുതായിരിക്കും അല്ലേ? യേശുവിന്റെ മഹത്വം എത്ര വലുതായിരിക്കും! വർണ്ണിച്ചുകൂടാനാവാത്ത മഹത്വമുള്ളവനാണ് യേശു. മനുഷ്യന്റെ വാക്കുകൾക്ക്, മനുഷ്യന്റെ ചിന്തകൾക്ക്, മനുഷ്യന്റെ പ്രവർത്തികൾക്ക്, മനുഷ്യന്റെ സംസാരം കൊണ്ട്, മനുഷ്യന്റെ പ്രസംഗം കൊണ്ട് വർണ്ണിച്ചുകൂടാനാവാത്ത മഹത്വമുള്ള തേജസ്കരിക്കപ്പെട്ട മനുഷ്യപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ, ദൈവപുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവരെ പോലെയായി. ഹല്ലേലൂയ. മുമ്പ് മാറോട് ചേർന്നിരുന്നവൻ, ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന പ്രശ്നം, അവൻ മരിച്ചവനെ പോലെയായി. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, യഹസ്കേലും ഈ അനുഭവം തന്നെ ഉണ്ടായിട്ടുള്ളത്. യോഹന്നാൻ യേശുവിനെ കണ്ട മരിച്ചവനെ പോലെ ആയതുപോലെ യഹസ്കേലിനും ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ കഴിയും. ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ സ്തോത്രം. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, അവന്റെ യഹസ്കേലിന്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ട് യഹസ്കേലിന്റെ പുസ്തകം 23-ാം വാക്യം വായിച്ചാൽ, 23-ാമത്തെ വാക്യം വായിച്ചാൽ കാണാൻ കഴിയും. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് ഇവിടെ യോഹന്നാൻ കണ്ടതുപോലെ ദാനിയേലും ദർശിക്കുക. യോഹന്നാൻ കണ്ടതുപോലെ തന്നെ ദാനിയേലും കാണുക. അല്ലെങ്കിൽ സ്തോത്രം. 2 ദർശനവും തമ്മിൽ വളരെ സാമ്യമുണ്ട്.
ദാനിയേലിന് ദർശനം ഉണ്ടായപ്പോൾ യോഹന്നാനെ പോലെ വീണുവെന്നാണ് ദാനിയേലിന്റെ പുസ്തകം 10:19 പറയുന്നത്. ഹല്ലേലൂയ. അപ്പം വീണുവെന്ന് പറയുന്നത് ഇവിടെ ഈ കർത്താവ് അല്ലെങ്കിൽ ദാനിയേലിനെ എഴുന്നേൽപ്പിക്കുക, യോഹന്നാനെ എഴുന്നേൽപ്പിച്ചതുപോലെ ദാനിയേലിനെ എഴുന്നേൽപ്പിക്കുക. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: കർത്താവ് യോഹന്നാനെ എഴുന്നേൽപ്പിക്കുന്നു, ദാനിയേലിനെ തൊട്ട് ബലപ്പെടുത്തിയെങ്കിൽ യോഹന്നാന്റെ മേൽ വലക്കൈ വെച്ച് എഴുന്നേൽപ്പിക്കുക. അപ്പം ദാനിയേല് യഹോവയെ ദൈവത്തെ കണ്ട് നിലത്ത് വീണപ്പോൾ ദാനിയേലിനെ തൊട്ട് ഹല്ലേലൂയ എഴുന്നേൽപ്പിച്ചു. പക്ഷെ യോഹന്നാനെ എന്ത് ചെയ്ത? വലം കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കുക. അത് എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, നീയും ഭയപ്പെട്ടിരിക്കുന്ന അനുഭവത്തിൽ അവൻ നിന്റെ മേൽ വലം കൈ വെച്ച് നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ, ദൈവവചനം കേൾക്കുന്നവർ ജീവിതത്തിൽ ഏതെങ്കിലും തളർന്ന സാഹചര്യത്തിൽ ഭയപ്പെട്ട അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നെങ്കിൽ ആമേൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാൻ കഴിയുന്ന നിലയിലേക്ക് നിന്റെ ജീവിതത്തെ ക്രമീകരിച്ചു കൊണ്ടുവന്ന് വിശ്വാസത്തെ പുതുക്കിയെടുക്കണം. വിശ്വാസത്തെ പുതുക്കിയെടുത്ത് കഴിയുമ്പോൾ ആമേൻ, തേജസ്കരിക്കപ്പെട്ട ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ രക്തം ചെയ്യും. ഈ ലോകത്തിൽ നിന്നിൽ വ്യാപരിക്കുന്ന ഭയപ്പാടുകൾ മുഴുവൻ മാറി അല്ലെങ്കിൽ നിന്നെ ആത്മാവിൽ ദൈവം ആത്മസമ്പൂർണനാക്കി മാറ്റിയെടുക്കും. രക്തം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഈ പലപ്പോഴും നാം ഭയത്തിന്റെ അനുഭവത്തിൽ കടന്നു പോകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ദൈവസാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവസാന്നിധ്യമുള്ളവൻ ഒരിക്കലും ഭയപ്പെടേണ്ട. ദൈവീയ അഭിഷേകമുള്ളവൻ ഭയപ്പെടേണ്ട കാര്യമില്ല. അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവദാസൻ, ദൈവദാസി, ഒരു ദൈവ പൈതൽ, ഒരു ക്രൈസ്തവ വിശ്വാസി അഭിഷേകത്തിലാണ് നിൽക്കുന്നെങ്കിൽ അവനെ ശത്രുവിന് തൊടുവാൻ കഴിയില്ല. അഭിഷേകമുള്ളവനെ പിശാച് തൊടത്തില്ല. ഹല്ലേലൂയ. എന്നാൽ പാപം മുഖാന്തരം നിന്റെ ജീവിതത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിന്റെ മേൽ പിശാച് കർത്തൃത്വം നടത്താൻ തുടങ്ങും. പിശാച് നിന്റെ മേൽ ആധിപത്യം കൊണ്ടുവരും. പിന്നെ നിനക്കെല്ലാം ഭയമായി മാറും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഭയത്തെ പുറത്താക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നീ പ്രാപിക്കണം. രക്തം ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവത്തിന്റെ വചനം പറയുന്നത് യേശു ക്രിസ്തു ഇന്ന് പറയുമ്പോൾ ഈ കാണുന്ന ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടമായ ദൈവമാണ്. അതുകൊണ്ടാണ് ഈ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ ആ യേശുക്രിസ്തുവിന്റെ 7 വിധമായ അംഗവർണ്ണനയ്ക്ക് ശേഷമായിട്ട് ആമേ തേജസ്കരിക്കപ്പെട്ട ദൈവത്തിനായിരിക്കുന്ന മനുഷ്യപുത്രനായി യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണ് മരിച്ചവനെ പോലെ ആയി. ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രശ്നേക്ക് നിങ്ങൾക്ക് കർത്താവിന്റെ ആ ദർശനം ഒന്ന് പ്രാപിക്കാൻ അവന്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർന്നിരിക്കാൻ കഴിയണം. കർത്താവിന്റെ ദർശനം പ്രാപിക്കുക എന്നൊക്കെ പറയുന്നത്, കർത്താവിനെ കുറിച്ച് കാണുക എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിനേക്കാൾ ഏറ്റവും വലിയ മഹാഭാഗ്യമാണത്. ഹല്ലേലൂയ. രക്തം ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഏകദേശം ഹല്ലേലൂയ എത്രയോ ദിവസങ്ങളായി യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നത് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് ഏകദേശം 19 ദിവസമായിട്ടുണ്ട്. ഈ 19 ദിവസം യേശു ദൈവമാണെന്നാണ് പറയുന്നത്. അവന്റെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്, അവന്റെ സാന്നിധ്യത്തെ കുറിച്ചാണ് പറയുന്നത്, യേശുവിന്റെ സ്നേഹത്തെ കുറിച്ചാണ് പറയുന്നത്, യേശുവിന്റെ കരുതലിനെ കുറിച്ചാണ് പറയുന്നത്. അടുത്തുകൂടാനാവാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന സ്നേഹസ്വരൂപനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രാജ്യത്തിലെ നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ വീണ്ടെടുക്കപ്പെട്ടവനായ യേശുവിന്റെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. യോഹന്നാൻ അത് വർണ്ണിച്ച് തീരുന്നില്ല. യേശുവിന്റെ മഹത്വത്തെ കുറിച്ച് യോഹന്നാൻ കണ്ട തേജസ്കരിക്കപ്പെട്ട കർത്താവിന്റെ മഹത്വം അത് കണ്ടിട്ട് യോഹന്നാന് അത് വിവരിച്ചിട്ട് തീരാത്ത വിധത്തിൽ, വർണ്ണിച്ചുകൂടാനാവാത്ത വിധത്തിൽ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം എഴുതുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആ മനുഷ്യൻ കണ്ട ദൈവസ്നേഹം എന്തായിരിക്കും, ദൈവത്തിന്റെ സാന്നിധ്യം എന്തായിരിക്കും? നമ്മള് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം വായിക്കണം, തുടർന്നങ്ങ് വായിക്കണം. അപ്പോഴാണ് യേശുവിന്റെ സ്നേഹത്തെ നമുക്ക് യോഹന്നാനെ പോലെ അനുഭവിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് കാണുന്നത് ഇതേ അനുഭവത്തെ നിങ്ങൾക്ക് രൂപാന്തരമലയിലും കാണാം. യോഹന്നാൻ പത്മോസിൽ കണ്ടതുപോലെയുള്ള അതേ അനുഭവത്തെ രൂപാന്തരമലയിലും കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം ഹല്ലേലൂയ 5, 6, 7 വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ളൊരു മേഘം
അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ഒരു ശബ്ദവുണ്ടായി. ശിഷ്യന്മാർ അത് കേട്ട് ഏറ്റവും ഭയപ്പെട്ടു. ശിഷ്യന്മാർ അത് കേട്ടിട്ട് ഏറ്റവും ഭയപ്പെട്ടു. ഹല്ലേലൂയ. ഏറ്റവും ഭയപ്പെട്ട് കവിണ്ണു വീണു. യേശു അടുത്തിയെന്ന് അവരെ തൊട്ടു. എഴുന്നേൽപ്പി, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവർ തലപൊക്കി നോക്കിയപ്പോൾ യേശുവിനെ മാത്രമല്ല അത് ആരെയും കണ്ടില്ല. കണ്ടോ? രൂപാന്തര മലയിൽ വെച്ച്, മറുരൂപ മലയിൽ വെച്ച്, താബോർ മലയിൽ വെച്ച്, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ, യേശു അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ടപ്പോൾ, പ്രകാശമുള്ളൊരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. സ്വർഗത്തിൽ നിന്ന്, ഹല്ലേലൂയ, മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ചെവി കൊടുപ്പിന് ആ ശബ്ദം ചുറ്റന്മാര് കേട്ടപ്പോൾ അവരും കമണ്ണു വീണത്. ഹല്ലേലൂയ. അപ്പം ദൈവശബ്ദം കേട്ട യഹസ്കേലും ദൈവശബ്ദം കേട്ട ദാനിയേലും ദൈവശബ്ദം കേട്ട ശിഷ്യന്മാരും എല്ലാം യേശുവിന്റെ മുമ്പാകെ കമണ്ണു വീണു. എന്നാൽ ഈ യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോഴും ആ യോഹന്നാൻ യേശുവിന്റെ സ്നേഹത്തെക്കുറിച്ച് വർണ്ണിച്ചുകൂടാനാവാതെ പറഞ്ഞതും, തുടർന്ന് യേശുവിന്റെ മരണം, അടക്ക പുനരുത്ഥാന ശേഷമായി യോഹന്നാന് പത്മോസിൽ വെച്ച് യേശു ദർശനമായപ്പോൾ അവിടെ യോഹന്നാൻ അനുഭവിച്ചതെന്താ? അവൻ യേശുവിനെ കണ്ടിട്ട് മരിച്ചവനെ പോലെയായിരുന്നു. അപ്പോഴാണ് യേശു തന്റെ വലങ്കൈ വെച്ചിട്ട് യോഹന്നാനോട് ഭയപ്പെടേണ്ട, ഹല്ലേലൂയ, ഞാൻ ഹല്ലേലൂയ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അപ്പൊ ജീവനുള്ളൊരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന യേശു ക്രിസ്തു ജീവനുള്ള ദൈവമാണ്, സത്യദൈവമാണ്. ഹല്ലേലൂയ. ആത്മാവും ജീവനുമായ ദൈവം ഇന്നും നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്നു. യേശു നിന്നോട് പറയാ, നീ ഭയപ്പെടേണ്ട എന്നാണ്. പ്രൈസ് ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ജീവിതത്തിൽ പലതിനെ കുറിച്ച് നീ ഭയപ്പെട്ടാണ് പോകുന്നത്. ആരെന്നെ സംരക്ഷിക്കും, ആരെന്നെ നിലനിർത്തും, ആരെന്റെ കുടുംബത്തെ കഷ്ടതയിൽ നിന്ന് പിടിച്ച് കൈപിടിച്ചുയർത്തും, എന്റെ തലമുറയ്ക്ക് ആരുണ്ട്? എന്റെ ജീവിതം തകർന്ന്, ജോലിയില്ല, കടക്കെണിയാൽ ഭാരപ്പെടുന്ന, സ്വന്തമായൊരു ഭവനമില്ല, ഒരു തുണ്ട് ഭൂമിയില്ല, കടക്കണികൾ കൊണ്ട് തല ഉയർത്തുവാൻ കഴിയുന്ന വിവിധ പ്രതിസന്ധികളാൽ ഭയപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന മാതാവേ, വിവിധമായ മാരകമായ രോഗങ്ങളാൽ, ശാരീരികമായ ക്ഷീണങ്ങളാൽ ഭയപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യോഹന്നാൻ കണ്ടതുപോലെ നിനക്ക് യേശുവിന്റെ സാന്നിധ്യം കാണുവാൻ കഴിയുന്നെങ്കിൽ, അവരെയോട് ചേർന്നിരിപ്പാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ, യോഹന്നാന്റെ മേൽ വെച്ച വലങ്കര നിന്റെ മേലും വെച്ചിട്ട് അവൻ നിന്നോട് പറയും, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവമാ, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാ. ഒരേ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ജനത്തിൽ 99% ജനത്തിന് ഭയമാണ്. 99% ജനങ്ങൾ ഭയപ്പെട്ടിട്ട് മരുന്നിലാണ് ജീവിക്കുന്നത്, യേശുവിലല്ല ജീവിക്കുന്നത്, മരുന്നിൽ ആശ്രയിക്കുന്നത്. ഈ 99 പറയുമ്പോൾ 1% നമുക്ക് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റില്ല. അവരും ഭയത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്ന് ഭൂമിയിലുള്ള സകല മനുഷ്യൻ പ്രഷറിനും ഷുഗറിനും കൊളസ്ട്രോളിനും അടിമപ്പെട്ട് കഴിഞ്ഞു. മാരകമായ വിഷമുള്ള ആഹാരം, വെളുപ്പാങ്കാലത്ത് ഞാനും നിങ്ങൾ എഴുന്നേറ്റ് കുടിക്കുന്ന ചായ തൊട്ട് വിഷമാണ്. നമുക്കറിയാം, തേയിലത്തോട്ടത്തിൽ കൊളുന്ത് നുള്ളി എടുക്കുമ്പോൾ കൊളുന്തെടുക്കുന്നതിന് ഒരാഴ്ച മുമ്പേ 15 ദിവസം മുമ്പേ വിഷമടിക്കും. ആ കൊളുന്ത് നുള്ളി കൊണ്ടുവന്ന് ഗോഡമണ്ണിൽ ഇട്ട് കഴിയുമ്പോൾ അത് വാടിപ്പോകാതിരിക്കാൻ വേണ്ടി അതിന് പേരും വിഷമടിക്കും. ആ സാധനമാണ് ഉണക്കി പൊടിച്ച് നമുക്ക് തേയിലയായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതാണ് നമ്മൾ രാവിലെ കുടിക്കുന്നത്. അതിനകത്തും വിഷമാണ്. അങ്ങനെ രാവിലെ തൊട്ട് മാരകമായ വിഷങ്ങൾ കുടിച്ച്, വിഷമുള്ള ആഹാരം കഴിച്ച് ജീവിതത്തിൽ മഹാരോഗത്തിൽ അടിമയായി അങ്ങനെ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ വന്നു. നമ്മൾ കഴിക്കുന്ന മാമ്പഴം ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വിഷമുള്ളതാണ്. മാവിൽ നിൽക്കുന്ന പച്ചമാങ്ങ പറിച്ച് പെട്ടിക്കകത്ത് വെച്ച് അതിനുമേൽ വിഷമടിച്ച് കഴിയുമ്പോൾ ആ മാങ്ങ എത്ര ദിവസം വേണേലും കേടുകൂടാതിരിക്കും. അത് പിന്നെ നല്ല ചുമപ്പുകൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നാം നല്ല ടേസ്റ്റുള്ള മാങ്ങപ്പഴമായി മേടിച്ച് കഴിക്കും. അത് തിന്നുതോറും നമ്മൾ ഷുഗറിന് അടിമയായി മാറും. അങ്ങനെ ഓരോ ഫ്രൂട്ട്സ് ഐറ്റങ്ങളും. എന്നിട്ട് മനുഷ്യൻ ഭയങ്കര ഭയത്തില, മരണത്തെ ഭയപ്പെടുകയാണ്. ജീവിക്കാൻ ആഗ്രഹമുണ്ട്, ഭാവിയെക്കുറിച്ച് ആഗ്രഹമുണ്ട്,
പാലതിനെ കുറിച്ച് അമ്മ സന്തോഷത്തോടെ കടന്നു പോകും. പക്ഷെ ഷുഗർ അളവിൽ കൂടി. ചിലർ പറയും എനിക്ക് 170, 190, 200, 250 കഴിഞ്ഞ് 300. ആ ഇപ്പൊ എല്ലാരും ഇൻസുലിൻ കുത്തിവെച്ചുകൊണ്ടിരിക്കുക. ഭയം, ഭയങ്കര ഭയം. എന്നെ കേൾക്കുന്ന പ്രശ്നം, നിങ്ങൾ ഭയത്തിന്റെ ആത്മാവിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുന്നേ. അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ ആശ്രയിക്കുക, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് 99% ജനങ്ങൾ ഭയത്തിന്റെ ആത്മാവിലാണ്. ഈ ഭയത്തെ നീക്കുവാൻ ജീവനുള്ള ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ. രോഗം എന്ന് പറയുന്നത് നമുക്ക് മനുഷ്യ ശരീരത്തിനുള്ളതാ. അത് ഈ ഭൂമി നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവർക്കും രോഗം വരും. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത്രയാ. അതുകൊണ്ട് ഈ രോഗത്തെ ഭയപ്പെടുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ദൈവസന്നിധി ചേർന്നിരിക്കണം. ഏത് മാരകമായ രോഗത്തിനടിമയായി ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും ഏതെല്ലാം ജീവിതത്തിൽ കഷ്ടതയുടെ നടുവിലൂടെ നീ കടന്നുപോയാലും ഭയപ്പെടുന്ന അനുഭവങ്ങളാണെങ്കിലും നീ ദൈവത്തോട് ചേർന്നിരിക്കുന്നെങ്കിൽ, യോഹന്നാൻ കണ്ടതുപോലെ ദൈവിക ദർശനം കാണുവാൻ നീ ആഗ്രഹിക്കുകയാണെങ്കിൽ, യോഹന്നാനോട് പറഞ്ഞ ദൈവം ഭയപ്പെടേണ്ട യോഹന്നാനെ എന്ന് പറഞ്ഞ് യോഹന്നാന്റെ വലം കൈ കൊണ്ട് എഴുന്നേൽപ്പിച്ച് ഞാൻ ആദ്യനും അന്തിനും ജീവനുമുള്ള ദൈവമാണെന്ന് യോഹന്നാനോട് പറഞ്ഞതുപോലെ ദൈവം നിന്നെയും ഭയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരിൽ കരമടിച്ച് ദൈവത്തിന് സ്തുതിക്കാൻ കഴിയുമോ? ദൈവത്തിന് ആമേൻ പറയാൻ കഴിയുമോ? നിന്നെക്കുറിച്ചുള്ള കരുതൽ എത്ര വലുതാ ദൈവത്തിന്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ ദൈവത്തെ സ്നേഹിച്ചത് കൊണ്ടല്ല, നീ ദൈവത്തെ അറിഞ്ഞത് കൊണ്ടല്ല. ഹല്ലേലൂയ. നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തെ കൊടുക്കുന്നത് കൊണ്ടല്ല. ഹല്ലേലൂയ. നിന്നെ ദൈവം മുന്നമേൽ കണ്ടതുകൊണ്ടാണ്, നിന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്നതുകൊണ്ടാണ്, നിനക്ക് വേണ്ടി അവൻ കാര്യരുമ്പാണികൾ തറയപ്പെട്ടു, നിനക്ക് വേണ്ടി അവന്റെ വിലാപ്പുറം കുത്തി തുറന്നു, ആ ഭാരമേറിയ കുരിശും ചുമന്ന് ഗസ്മനെ തൊട്ട് ഗോൽഗോഥ വരെ അവൻ ആ കഷ്ടപ്പാടുകൾ സഹിച്ചു. എന്തിന്? നിനക്ക് വേണ്ടി, നിന്റെ ഭയത്തെ മാറ്റുവാൻ. അവൻ മരിച്ചടക്കപ്പെട്ട് കല്ലറയ്ക്കകത്ത് ഒതുങ്ങിപ്പോയില്ല. കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റ് അതിശക്തിയോടെ മക്കളക്കാലത്ത് മറിയിക്ക് എമ്മോസിലേക്ക് ശിഷ്യന്മാർക്കും അലിയ യേശുവിന്റെ ശിഷ്യന്മാർക്കും അലിയ 500-ലധികം പേർ പ്രത്യക്ഷമായി സ്വർഗാരോഹണം ചെയ്ത് കർത്താവ് വീണ്ടും യോഹന്നാൻ പ്രത്യക്ഷമാകുക. ഹല്ലേലൂയ. അതെ, അവൻ മരിച്ചവനല്ല, ജീവനുള്ള ദൈവമാ. യേശു മരിച്ചവനല്ല, അവൻ ജീവനുള്ള ദൈവമാ. നിന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്നവനാ, നിനക്ക് ആശ്വാസം തരുന്നവനാ, നിന്നെ സ്വാധീനിപ്പിക്കുന്നവനാ, നിന്റെ ദുഃഖങ്ങളെ മാറ്റുന്നവനാ, നിന്റെ കണ്ണുനീർ ഒപ്പുന്നവനാ, നിന്റെ രോഗത്തെ മാറ്റുന്നവനാ, നിന്റെ വ്യാധിയെ മാറ്റുന്നവനാ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയുടെ, നിന്റെ ഭർത്താവിന്റെ ഭാര്യ, നിന്റെ മക്കളുടെ ഭയത്തെ മാറ്റി തരുന്നവനാ. അതെ, അവൻ ജീവനുള്ള ദൈവമാ. അതെ, പത്മോസിന്റെ ഏകാന്തയിൽ യോഹന്നാൻ ഭയപ്പെടുമ്പോൾ യോഹന്നാനോട് പറയാം, ഭയപ്പെടേണ്ട, അവൻ വലം കൈ എന്റെ മേൽ വെച്ച് ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ജീവനുള്ളവരുമാണ്. അത് നമുക്കൊരു ജീവനുള്ള ദൈവത്തെ കിട്ടിയില്ലേ? അപ്പം നമുക്ക് ഈ യേശുവിനെ കുറിച്ച് ഒരിക്കലും പ്രസംഗിച്ചു തീർക്കാൻ പറ്റത്തില്ല. ലോകത്തിലൊരു വ്യക്തിയെ കുറിച്ച്, ലോകം കണ്ട മഹാന്മാരെ കുറിച്ചൊന്നും ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ലെന്നേ. ലോകം കണ്ട അനവധി മഹാന്മാരുണ്ട്. അനവധി മഹാന്മാരുടെ പേരുകൾ ലോകത്തിൽ വിവിധ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരെ കുറിച്ചൊന്നും ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകമുള്ളിടത്തോളം കാലം പ്രസംഗിച്ചാലും അത് വർണ്ണിച്ചുകൂടാനാവാത്ത വിധത്തിലായ യേശുവിന്റെ മഹത്വം ഈ ഭൂമി മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന്റെ മഹത്വം നിന്നിൽ ഉള്ളത് കൊണ്ടാണ് നീ ജീവിക്കുന്നത്, നടക്കുന്നത്, നീ സംസാരിക്കുന്നത്, നീ ഓടുന്നത്, ചാടുന്നത്, ജോലി ചെയ്യുന്നത്, നീ സംസാരിക്കുന്നത്, ജീവിക്കുന്നതെല്ലാം, നീ കേൾക്കുന്നത്, കാണുന്നത്, എല്ലാം ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടുന്നത് കൊണ്ടാണ്. രക്തചയം. ഇപ്പൊ യോഹന്നാനോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി, യോഹന്നാനെ ഇപ്പം ഭയമുണ്ടോ? യോഹന്നാൻ പറയേ എനിക്ക് യാതൊരു ഭയമില്ലെന്ന് പറയും. യോഹന്നാൻ പറയും എനിക്ക് യാതൊരു ഭയമില്ല. അതെങ്ങനെ യോഹന്നാൻ എന്റെ ഭയം മാറിയത്? അത് നിങ്ങൾക്കറിയാത്തൊരു സംഭവമുണ്ട്. ഞാൻ പത്മോസിന്റെ ഏകാന്തതയിലായിരുന്നപ്പോൾ എന്റെ കർത്താവ് എനിക്ക് ദർശനത്തിൽ വെളിപ്പെട്ടു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി. അവന്റെ കാൽക്കൽ വീണു. അവൻ വല കൈ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, യോഹന്നാനെ ഭയപ്പെടേണ്ട, അത് എന്റെ ഭയം മാറിപ്പോയി. യോഹന്നാൻ പറയും, അതെ, നിന്റെ ഭയം മാറുവാൻ യേശു നിന്റെ അരികിൽ വരാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ഭയത്തെ മാറ്റുവാൻ യേശു ആഗ്രഹിക്കുന്നു. അല്ലേ? അപ്പൊ ഇവിടെ ദൈവത്തിന് വരുമ്പോൾ മറുരൂപം മലയിൽ വെച്ചും ശിഷ്യന്മാർ യേശുവിന്റെ രൂപാന്തര സമയത്ത്
അവിടെ കമണ്ട് വീണു. അവിടെയും യേശു വരെ തൊട്ടെഴുന്നേൽപ്പിച്ചുവെന്ന് ദൈവത്തിന്റെ വചനം വായിക്കുക. അപ്പം ദൈവജനം അറിഞ്ഞിരിക്കേണ്ട ഇന്ന് നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭയം എന്താണ്? നിങ്ങളെ ഇന്ന് ഭയപ്പെടുത്തുന്ന ഭയത്തിന്റെ വിഷയം എന്താണ്? ഏതിലാണ് നീ ഭയപ്പെട്ടിരിക്കുന്നത്? ഏത് കാര്യത്തിനാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ഭയപ്പെടുകയാണോ? നിന്റെ ഭാവി കാലത്തെ കുറിച്ച് നീ ഭയപ്പെടുകയാണോ? നിന്റെ കുടുംബത്തെ കുറിച്ച് നീ ഭയപ്പെടുകയാണോ? മാതാപിതാക്കളെ കുറിച്ച്, നിന്റെ മക്കളെ കുറിച്ച് ഭയപ്പെടുകയാണോ? അവരുടെ ഭാവിയെ കുറിച്ച് നീ ഭയപ്പെടുകയാണോ? എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തെ കുറിച്ചാണോ നിനക്ക് ഭയം? നീ ഏത് വിഷയത്തിലാണ് ഭയപ്പെടുന്നത്? നീ എന്നെ കീഴജന്തുക്കളെ കുറിച്ച്, സാത്താന്യ ശക്തികളെ കുറിച്ച് ഭയമാണോ? രാത്രിയെ കുറിച്ച് നിനക്ക് ഭയമാണോ? പകലിനെ കുറിച്ച് ഭയമാണോ? നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നീ ഭയപ്പെട്ടിരിക്കുന്ന അനുഭവമാണോ? ഹല്ലേലൂയ. ഏതാണ് നിന്റെ ഭയം? ആ ഭയത്തിന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. അപ്പൊ നിങ്ങളുടെ ഭയത്തെക്കുറിച്ചുള്ള കാര്യത്തെക്കുറിച്ച് യേശു നിന്നോട് ചോദിക്കുക, നിന്റെ ഭയം ഏതാണ്? ദുഷ്ട മനുഷ്യനെയാണോ നീ ഭയപ്പെടുന്നത്? ദുഷ്ട മനുഷ്യനെയാണ് ഭയപ്പെടുന്നെങ്കിലും ആ ഭയത്തിൽ നിന്നും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് നിന്നെ വിടുവിച്ചു. അപ്പൊ ദാവീദ് ഭയാനകമായ ഭയപ്പെടുന്ന ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. ദാവീദ് ഭൂമിയിൽ ഒരു മനുഷ്യർക്കും തന്നെ ആ ഭയത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയത്തില്ല. അത്രമാത്രം ഭയത്തിന്റെ ശൗലിനെ ഭയപ്പെട്ട് ഏൻഗിതി മരുഭൂമി ഗുഹകളിലും അതുല്ലാം ഗുഹകളിലൊക്കെ ദാവീദ് പാർത്ത അനുഭവമുണ്ട്. ശൗലിനെ ഭയപ്പെട്ട് ആ ഭയത്തിൽ നിന്നൊക്കെ സ്വയമായിട്ട് തനിക്ക് പുറത്തു വരാൻ കഴിയില്ല. ഇവിടെ 4-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നത്, ദാവീദ് ഭയത്തോടെ ദൈവത്തോട് അപേക്ഷിച്ചു, ദൈവം അവനെ വിടുവിച്ചു. അവന്റെ നിലപാട് തുറന്നു പറഞ്ഞു. ദാവീദ് പറഞ്ഞു, കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ ശത്രുക്കൾ എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ശൗലും കൂട്ടരും എന്നെ പിന്തുടരുന്നു. അബ്സലോം എനിക്കെതിരെ നിൽക്കുന്നു. സ്വതന്ത്രം. അങ്ങനെ പലവിധമായ ഭയം ദാവീദിന്റെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, എന്റെ സ്വന്തം കഴിവുകൊണ്ട്, ബലം കൊണ്ട്, ആയുധം കൊണ്ട്, എന്റെ കൂടെ നിൽക്കുന്ന അംഗരക്ഷകരെ കൊണ്ട് എനിക്ക് ഭയത്തിന് വിടുതലില്ല. ഈ ഭയത്തിൽ തന്നെ വിടുവിക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് ദാവീദിന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണു പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അതാണ് ഇവിടെ വായിച്ച, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, ഹല്ലേലൂയ, അവൻ എനിക്ക് ഉത്തരമരുളി, ഹല്ലേലൂയ, എന്റെ സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ചു. അത് നിന്റെ ഭയത്തെക്കുറിച്ച് നീ കർത്താവിനോട് തുറന്നു പറയുമ്പോൾ, ദാവീദ് തുറന്നു പറഞ്ഞതുപോലെ നിന്റെ ഭയത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് നീ കർത്താവിനോട് തുറന്നു പറയുമ്പോൾ ദൈവം നിന്നെ സഹായിക്കും. ദാവീദിനെ സഹായിച്ച ദൈവം, ദാവീദിനെ ഭയത്തിന് വിടുവിച്ച ദൈവം നിന്റെ സകല ഭയങ്ങളും വിടുവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഇന്ന് പലരും ഭയത്തിലാണ് പോകുന്നത്. പക്ഷേ അവർക്ക് കർത്താവിനോട് പറയാൻ കഴിയുന്നില്ല, ദൈവത്തോട് പറയാൻ കഴിയുന്നില്ല. ചിലരുടെ ജാതി മഹത്വം നോക്കി, ചിലരുടെ പാരമ്പര്യം നോക്കി, ചിലരുടെ മതമഹത്വം നോക്കി, ചിലരുടെ പൊസിഷൻ നോക്കി, പണം നോക്കി, സൗന്ദര്യം നോക്കി, പലർക്കും തങ്ങൾ ഭയപ്പെടുന്ന വിഷയത്തെ യേശുവിനോട് പറയാൻ കഴിയാതെ അഭിമാനം നഷ്ടപ്പെടുന്ന കൂടെ മാറി നിൽക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ കടന്നു പോകുന്ന ഭയത്തെ മാറ്റുവാൻ നിന്റെ ഭൂമിയിലുള്ള മഹത്വം കൊണ്ട് നടക്കത്തില്ല. നിന്റെ സ്വയം മഹത്വമൊക്കെ നീ ഒഴിഞ്ഞിട്ട് സകല ജനത്തിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന, രക്ഷകനായിരിക്കുന്ന യേശുവിനോട് നിന്റെ ഭയത്തെക്കുറിച്ച് നീ തുറന്നു പറയുമ്പോൾ, നിന്റെ ഭയത്തിന്റെ അനുഭവങ്ങളെ കുറിച്ച് നീ ഏത് വിഷയത്തിന്മേലാണ് ഭയപ്പെടുന്ന ആ വിഷയം നീ തുറന്ന് യേശുവിനോട് പറയുമ്പോൾ ആ ഭയത്തിൽ നിന്നെ വിടുവിച്ചെടുക്കുവാൻ യേശുവിന് കഴിയും. ദാവീദിനെ വിടുവിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഭയപ്പെടുവാനല്ല ദൈവം നിന്നെ വിളിച്ചത്, കർത്താവിന് വേണ്ടി ഉറപ്പോടെ നിൽക്കാനാ. പ്രൈസ് ദി ലോർഡ്. ഭയപ്പെട്ട് നിങ്ങൾ ഓടരുത്. ചില ആളുകൾ പറയും, എന്നെ എല്ലാവർക്കും പേടിയാന്ന് പറയും. ഹല്ലേലൂയ. എന്നെ എല്ലാവർക്കും പേടിയാ, ഞാൻ പറഞ്ഞാൽ പിന്നെ, ഞാൻ സംസാരിച്ച പിന്നെ എന്നെ എല്ലാവർക്കും പേടിയാ. അത് ഈ ഭീരുക്കൾ പറയുന്നതാ. എന്നെ പേടിയാണ്, ഭീരുക്കളാ പറയുന്നത് എന്നെ പേടി. നിന്നെ ആരും പേടിച്ചിട്ടല്ല നിന്നോട് സംസാരിക്കുന്നത്. നിന്നെ പേടിക്കേണ്ട കാര്യമില്ല. നീ ഒരു മനുഷ്യനായിരിക്കെ ചെയ്ത്
നിന്നെ പേടിക്കാൻ കാര്യമില്ല, ദൈവത്തെ പേടിച്ചാൽ മതി. അതുകൊണ്ട് ചെല്ലു പറയും എന്നെ ഭയങ്കര പേടി. അങ്ങനെ പറയുന്ന മനുഷ്യൻ ഏറ്റവും വലിയ പേരും അല്ലേറിയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നീ ലോകത്തെ ഭയപ്പെടണ്ട. ഭയപ്പെട്ടാൽ ഓടി ഒളിക്കാൻ കാടില്ലെന്ന് തിരിച്ചറിയണം. നീ ഭയപ്പെടുത്തോറും നിനക്ക് ഓടി ഒളിക്കുവാൻ കാടുകളില്ല, ഗുഹകളില്ല. ഓടി ഒളിക്കാൻ നിനക്ക് കഴിയില്ല. അധിക നാളെ നിനക്ക് ഓടാൻ കഴിയത്തില്ല. അതുകൊണ്ട് നീ ഓടാതെ, നീ ഭയപ്പെടാതെ നീ നിവർന്ന് നിൽക്കണം. അല്ലേലിയ. അതിനു വേണ്ടിയിട്ടാണ് യേശു നിനക്ക് വേണ്ടി കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെ തന്ന, ജീവനെ തന്ന് നിനക്ക് വേണ്ടി പരമയാഗമായി മാറിയത് നിന്നെ ഭയത്തിൽ നിന്ന് വിടിവിക്കുവാനാ. അല്ലേലിയ. എന്നിട്ട് പറയുകയാണ്, അല്ലേലിയ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരവരുളി, എന്റെ സകല ഭയങ്ങൾ തന്നെ വിടിവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതനായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതില്ലെന്ന് ദാവീദ് പറയുക. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവൻ എന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെന്നെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടിവിക്കുന്നു. യഹോവ നല്ലവൻ രുചിച്ചറിയും, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ എല്ലാ വാക്യങ്ങളും നമുക്ക് വ്യാഖ്യാനിച്ചും വിവരിച്ചും പറയാൻ പറ്റത്തില്ല, സമയം കിട്ടത്തില്ല. പക്ഷെ ദാവീദിന്റെ അനുഭവം പറയുന്നേ. 34 സംഗീതം നിങ്ങൾ വായിച്ചാൽ കാണാൻ കഴിയും ദാവീദിന്റെ അനുഭവം. ഭക്തൻ പറയുക, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. അതെ, ഭയത്തിൽ നിന്ന് വിടിവിച്ച ദൈവഭക്തൻ എപ്പോഴും ദൈവത്തെ സ്തുതിക്കും. അതെ, പത്മോസിന്റെ ഏകാന്തതയിൽ ഭയപ്പെട്ടവൻ, ഭയത്തോടുകൂടി ഇരുന്നവൻ, അവനെ ദൈവം വലങ്കയോട് എഴുന്നേൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ പിന്നത്തേതിൽ പത്മോസിന് പുറത്തു വന്ന എഫെസോ സഭയുടെ ദൂതനായി, മൂപ്പനായി. ഹല്ലേലൂയ. തന്റെ വാർദ്ധക്യം വരെ ശുശ്രൂഷ ചെയ്തു. ആമേലരിയ. ഒരു ചക്രവർത്തിമാരെ ഭയപ്പെടാതെ, അന്നത്തെ ലോകത്തെ ഭയപ്പെടാതെ, അന്നത്തെ നിയമത്തെ ഭയപ്പെടാതെ യോഹന്നാൻ കർത്താവിന് വേണ്ടി ശക്തമായി ശുശ്രൂഷ ചെയ്തു. അതേ സ്നേഹിത, നിന്റെ ഭയത്തിന് ദൈവം പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. നിന്റെ സകല ഭയത്തിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇത് പകൽ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ, അപ്പൊ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനായി കർത്താവ് തന്റെ നാമത്തെ നിങ്ങൾക്ക് തന്നരുളി. ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. യേശു പറയണം, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാ. നിന്റെ ഭയത്തിൽ നിന്നെ വിടിവിക്കുന്നവനാ. ഹല്ലേലൂയ. ആകയാൽ ഭയപ്പെടേണ്ട എന്ന് യേശു പറയുക. ഇതിന്റെ അർത്ഥം എന്താണ്? ആരംഭം മുതൽ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. ആദ്യം മുതൽ അന്ത്യം വരെ നിങ്ങളെ വഴി നടത്തും. നിങ്ങളുടെ വിശ്വാസത്തെ ആരംഭിച്ചവൻ വിജയത്തോടുകൂടി അവസാനിപ്പിക്കുവാൻ കൃപ നിങ്ങളുടെ മേൽ പകരും. അതുകൊണ്ടാണ് യേശു പറഞ്ഞ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെയുണ്ടവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അവൻ നമ്മോട് പറയുക, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. യേശു പറയാണ്, ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കുകയില്ല. അതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് വരണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 48 വാക്യം വായിക്കുമ്പോൾ, 48 വാക്യം അതിന്റെ 12 വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സ്തോത്രം. 11 വാക്യം തൊട്ട് വായിക്കുമ്പോൾ, എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തരും കൊടുക്കുകയില്ല. യാക്കോബേ, ഞാൻ നിന്നെ വിളിച്ചിരുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അല്ലെങ്കിൽ ഞാൻ അന്തിനുമാകുന്നു. എന്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനം വിട്ടു. ഇതെല്ലാം പറയുന്നത് ലോകാവസാനത്തോളം നമ്മോട് കൂടെ ഇരിക്കുമെന്ന് അരളിച്ചത് ദൈവം പറയുകയാണ്, നീ ലോകത്തിൽ ഒന്നിനെ ഭയപ്പെടരുത്. ലോകത്തിൽ സാത്താനാൽ നയിക്കപ്പെടുന്ന, സാത്താൻ നടത്തുന്ന, പിശാച് നടത്തുന്ന ജനം നിന്റെ മുമ്പിൽ നിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കും. അല്ലേടിയ. നിന്നെ ഓരോ ഗോഷ്ഠി കാണിക്കും. നിന്നോട് പറയും, ഞാൻ വലിയ പുള്ളിയാ, ഞാൻ ഇവിടുത്തെ രാജാവാ, എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞാൽ അത് നടക്കും, ഞാൻ പറഞ്ഞാൽ അങ്ങനെ. നിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ദുഷ്ട പിശാചുകൾ നിന്റെ ചുറ്റിലുണ്ട് കേട്ടോ. നിന്നെ ഭയപ്പെടുന്ന, നിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന, നിന്നെ കളിയാക്കുന്ന, അപമാനിക്കുന്ന, നിന്നെ ഭയപ്പെടുത്താൻ നോക്കുന്ന ദുഷ്ട മനുഷ്യര്, വ്യാജ മനുഷ്യർ, സാത്താന് സേവയുള്ളവൻ, പിശാചിന്റെ സന്തതി നിന്നെ ഭയപ്പെടുത്തും. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, പിശാചിന്റെ വാക്കിന് നീ ഭയപ്പെട്ടു പോകരുത്. നിന്നെ കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ദുഷ്ട മനുഷ്യൻ നിന്റെ ചുറ്റുവട്ടത്തിലുണ്ട്. അവരെ ഭയപ്പെടുവാനല്ല. യേശു പറയാ, ആരംഭം മുതൽ അവസാനം വരെയും നിന്റെ ഈ ഭൂമിയിലെ ജീവിതം തുടങ്ങി അതെപ്പോൾ അവസാനിക്കുന്നു അതുവരെ നിന്നെ വലകൈ പിടിച്ച് നടത്തുന്നതിന് പറയാ, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാ.
അത് നീ ലോകത്തെ നീ യേശുവിനെ അനുസരിച്ചാൽ മതി, യേശുവിനോട് ചേർന്നാൽ മതി. അപ്പൊ നിന്നെ കളിയാക്കുന്ന, നിന്നെ കൊഞ്ഞനം കുത്തുന്ന പിശാച് ബാധിച്ച അനവധി ആളുകൾ ഈ ഭൂമിയിലുണ്ടെന്ന് ഓർത്തോണം. അല്ലേലിയ, അവരാ നിന്നെ ഭയപ്പെടുത്തുന്നത്. അവരുടെ ഭയത്തിന്റെ കീഴിൽ നീ വീണ് പോകരുത് മാതാവി. അല്ലേലിയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്. അല്ലേലിയ. ഞാൻ എന്റെ മഹത്വം മറ്റൊരുതിനും വിട്ടുകൊടുക്കില്ല. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദിനും ഞാൻ അന്തിനുമാകുന്നു. പ്രവാചകൻ നമ്മോട് പറയുക. ഈ പ്രവാചകൻ പറഞ്ഞ അതേ വാക്കാണ് യോഹന്നാനും ദർശനത്തിൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. നോക്കിക്കേ, ഈ ലോകം പാപത്തിൽ വീണ് കിടക്കുക, ശാപത്തിൽ വീണ് കിടക്കുക, മനുഷ്യൻ വഞ്ചിക്കപ്പെട്ട് കിടക്കുക. അങ്ങനെയുള്ള മനുഷ്യന്റെ മുമ്പിൽ നീ പതറിപ്പോകണ്ട, അണ്ടി പതറിപ്പോകണ്ട. നിന്നെ വിളിച്ചത് യേശുവാ, നിന്നെ വേർതിരിച്ചത് യേശുവാ. അപ്പൊ പറയുക, ലോകാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട്. മത്തായി 28:20. അത് ലോകാവസാനത്തോളം നിന്നോട് കൂടെ ഇരിക്കുന്ന യേശു യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനെ, ഞാൻ ലോകാവസാനത്തോളം നിന്നോട് കൂടെയുണ്ട്. ആരംഭം മുതൽ അവസാനം വരെ ഞാൻ നിന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നവരെ, നിന്റെ ജീവിതം എപ്പോൾ അവസാനിക്കും അതുവരെ നീ എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ഹല്ലേലൂയ. രക്തജയം. അത് യോഹന്നാനെ ഉപയോഗിച്ച ദൈവം. ആ യോഹന്നാൻ ദർശനമൊക്കെ വളരെ വലിയ ദർശനമാണ്. അപ്പൊ വീണ്ടും ദൈവത്തിന് പറയുന്നത്, എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അന്ത്യൻ എന്ന വാക്കിനെ പിന്നീട് വരുന്നവൻ, താമസിച്ചു വരുന്നവൻ എന്നുള്ള അർത്ഥമല്ല. അന്ത്യൻ എന്ന വാക്കിന് അല്ലെങ്കിൽ പിന്നീട് വരുന്നവൻ, താമസിച്ചു വരുന്നവൻ എന്നുള്ള അർത്ഥമല്ല. എന്നൊന്നും മാറാത്തവൻ എന്നതിനെ കുറിച്ച് അമ്മ കുറിക്കുക. എന്തേക്കും മാറാത്തവനെന്നാ, എന്തേക്കും ഉള്ളവനെന്നാ അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പം പഴയ നിയമത്തിൽ ആദ്യനായിരുന്നവൻ പുതിയ നിയമത്തിൽ അന്ത്യനായി നമ്മോട് കൂടെയുണ്ട്. പഴയ നിയമവും പുതിയ നിയമവും ഇവൻ തന്നെ. പഴയ നിയമ പ്രമാണവും പുതിയ നിയമ പ്രമാണവും യേശു തന്നെ. മുൻപിതാക്കന്മാരോട് കൂടെയിരുന്ന ദൈവം, അബ്രഹാമിനോട് കൂടെയിരുന്ന ദൈവം, ഇസഹാക്കിനോട് കൂടെയിരുന്ന ദൈവം, യാക്കോബിനോട് കൂടെയിരുന്ന ദൈവം, യോഹന്നാനോട് കൂടെയിരുന്ന ദൈവം നിന്നോട് കൂടെയിരിക്കുന്നു. ഹല്ലേലൂയ. അത് യേശു നിന്നോട് കൂടെയുണ്ട്. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. വായിച്ച വചനം എന്താണ്? വെളിപ്പാട് 17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലകി എന്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും ജീവനുള്ളവരുമാകുന്നു. അതെ, ആദ്യനും ജീവനുള്ള ദൈവം നിന്നോട് പറയുക, നീ ഭയപ്പെടേണ്ട മാതാവി. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പിതാവി, നീ ഭയപ്പെടേണ്ട. നിന്റെ ഭയത്തെ നീ തുറന്ന് പറയുമ്പോൾ ദാവീദിനെ വിടുവിച്ച ദൈവം നിന്നെ വിടുവിക്കും. കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ, ഞങ്ങളുടെ കേരളത്തിൽ, ഭാരത്, ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തിനായി, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ജില്ലാ ഭരണപിതാവ്, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ ഭരിക്കുന്ന രാജാക്കന്മാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള നേതാവ്, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലേക്ക് ജനത്തെയും അധികാരികളെയും, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BSCR സൈന്യത്തിനായി, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗം തീർക്കുന്ന രഹസ്യാനുഭവങ്ങളെ, പോലീസിന്റെ ജുഡീഷ്യൽ സെക്ഷനുകളെ, സഹകരണ മേഖലയിൽ, പൊതുമേഖല, ആരോഗ്യ, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിൽ, ആമിനായിരിക്കുന്ന ബാങ്ക് മേഖലയിൽ, എല്ലാ ഭരണപ്രതിപക്ഷ പാർട്ടികളെയും, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. എല്ലാ മതനേതാക്കന്മാരെയും ഞങ്ങൾ ദൈവരങ്ങൾ ഏൽപ്പിക്കുകയാണ്. ശൈശവത്തിലും ബാല്യത്തിലും കൗമാരം യൗവനത്തിലും തടവറയിലായിരിക്കുന്നവർക്കായി, എല്ലാ ഭയത്തിന്റെ ആത്മാവിൽ കടന്നു പോകുന്നവർ, ജീവിതത്തിൽ വിധമായ മാരകമായ രോഗത്തിൽ കടക്കണിയാൽ, ബിസിനസ്സിൽ തകർന്ന് കുടുംബജീവിതം ഭയപ്പെട്ടിരിക്കുന്നവർ, വിവിധ ക്രിമിനൽ കേസുകൾ അകപ്പെട്ട് ഭയപ്പാടിലൂടെ കടന്നു പോകുന്നവരെ ഓർത്ത് പ്രാർത്ഥി. തീരദേശവാസികളെ, കടലോരത്തിലെ മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവർ, കടലിലെ ആഴങ്ങൾ, ഖനികൾ, കമ്പനികൾ ജോലി ചെയ്യുന്നവർ, സ്തോത്രം. ഹല്ലേലൂയ. ചെറുമായ എല്ലാ വ്യാപാരികൾ, വ്യവസായികൾ, വഴിയോര കച്ചവടക്കാരെ, സ്തോത്രം. എല്ലാ സ്തോത്രം. എല്ലാ മേഖലയിലും ജനത്തിനായി, ക്ഷീരമേഖലയും കാർഷിക മേഖലയിലായിരിക്കുന്നവരെ, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, ഓട്ടോറിംഗ്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ടാക്സി ഓട്ടോ ഡ്രൈവേഴ്സിനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ അനുഭവത്തിലൂടെ ജീവിതത്തിൽ കടന്നു വിധമായ മാരക ക്യാൻസർ അടക്കമുള്ള, ക്ഷയരോഗം, വൃട്ടരോഗം, ക്യാൻസർ അടക്കമുള്ള, പ്രഷർ, കൊളസ്ട്രോൾ, അറ്റാക്കിനാൽ, സർജറിയാൽ ഭയപ്പെട്ട് മാനസികമായി തകർന്ന് ആമിനായിരിക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ജനത്തെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിന്, മയക്കു ലഹരിക്ക് അടിപ്പെട്ട് ഭയത്തിന്റെ ആത്മ കടന്നു പോകുന്നവർ, ജീവിതം ആത്മഹത്യയുടെ വക്കിലിരിക്കുന്നവരെ, ബിസിനസ്സിൽ തകർന്നവരെ എല്ലാം ഞാൻ ഓർക്കുന്നു. ജനത്തെ വിടുവിക്കണമേ. വിദേശ രാജ്യങ്ങൾ ജോലി ചെയ്ത് കഷ്ടസഹിക്കുന്ന വേദനയിൽ നൊമ്പരപ്പെടുന്ന, നാട്ടിക്കടന്നും കഴിയാതെ മണലാടി വേദന വിസ അവധി കിട്ടാതെ പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്നവർ, വിദേശ രാജ്യം പീഡയും സൗകര്യമാണ്
എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവവേലയെ സ്നേഹിച്ച് വിവിധ സ്ഥലങ്ങളായിരിക്കും ദൈവമക്കളുടെ കുടുംബങ്ങൾ തലമുറകളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇന്ന് പകൽ കർത്താവ് സകല ജനത്തെയും പുറത്തു കൊണ്ടിരുന്ന ആദിനും അന്തിനും ജീവനുള്ളമായിരിക്കുന്ന ആരംഭം മുതൽ അവസാനത്തോളം ലോകാവസാനം കൂടെയുണ്ടെന്ന് അടിച്ച ദൈവമേ, സകല ജനത്തെയും കഷ്ടന്ന് വിടിവിക്കണം, മറന്ന് വിടിവിക്കണമേ. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.